അലച്ചില് തിയേറ്റർ ഫുള്ളായിരുന്നു. കൂലിയും ലോകയും തമ്മിൽ നോക്കിടുന്നുണ്ടെങ്കിൽ ലോകയാണ് കിടും. കൂലി അത്രയ്ക്ക് പോരാ. വിഷയം രണ്ടും വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ കേട്ടോ, ലോക വിഷയം. ലോക എന്നാണോ ലോകം എന്നാണോ ലോക? ഓ പള്ളി. ഓക്കെ ഗൈസ്, സിനിമയ്ക്ക് പോവാ. ഏത് സിനിമ? ലോക ഗൈസ്. അങ്ങനെ ഞങ്ങൾ ലോക സിനിമ കാണാൻ പോവാണ്. തിയേറ്ററെത്തി. അവധി നിർത്തിയോ? അടർത്തി. നിർത്താലോ, എവിടെ വേണമെങ്കിലും നിർത്താലോ, എവിടെ വേണമെങ്കിലും നിർത്താം. ലോക സിനിമ കാണാൻ വന്നാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. ഇപ്പോൾ സിനിമ തുടങ്ങിയിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. തുടങ്ങണതിന് മുമ്പ് വരാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ തുടങ്ങിയിട്ടുണ്ടാവും. നോക്കാം. ചേട്ടനെ കാണാനില്ല. ചേട്ടൻ കയറി തോന്നുന്നു. എവിടെയാ? എനിക്ക് വഴി അറിഞ്ഞൂടാ. എനിക്ക് വഴി അറിഞ്ഞൂടാ. അപ്പം ഞാൻ ചേട്ടൻ്റെ പുറകെ പോവാം. ചേട്ടൻ അവിടെ ഒക്കെ ഉണ്ട്. ടിക്കറ്റ് എടുക്കാൻ നിൽക്കുക. അലനറിയില്ല. ഞങ്ങളകത്ത് കയറുവാണ്. സിനിമ തുടങ്ങിയതോ തോന്നുന്നു. കുറേ പേര് അകത്ത് കയറിയിരിക്കുന്നു. ഇതൊക്കെ തുടങ്ങിയ സ്ഥലത്തിന് നമ്മുടെ ക്യാപ്പ് മാത്രം ബ്ലോഗാണ്. അപ്പോൾ ഞങ്ങൾ സിനിമ തുടങ്ങി. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും തുടങ്ങി വിഷയമാണ്. ഈ തുടങ്ങിയിട്ടില്ല, പരസ്യം ഇട്ടിട്ടേ ഉള്ളൂ. ഞങ്ങൾ കറക്റ്റായിട്ട് വന്നതും പരസ്യമായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, ഞങ്ങൾ നൈസായിട്ട് കയറി. പക്ഷേ ഞങ്ങളുടെ കൂടെ വന്ന് 2 ആൾ കൂടി വരാറുണ്ട്. അവർ വന്നിട്ടില്ല. സിനിമ തുടങ്ങിയതാ തോന്നണേ. തുടങ്ങിയിട്ടില്ല, തുടങ്ങണേ ഉള്ളൂ, പരസ്യം ഇട്ടിട്ടുള്ളൂ. പക്ഷെ എല്ലാവരും നടന്നു കേട്ടോ. ഇതിൽ അത്യാവശ്യം ആൾക്കാരുണ്ട്. ലോകമാണ് ഫുള്ള് ആൾക്കാരാണ്. ഈ സിനിമ കാണാൻ നിറച്ച ആൾക്കാരുണ്ട് കേട്ടോ. കൊള്ളാം വിഷയം. സിനിമ തുടങ്ങി കാശ് ഞാൻ തുടങ്ങിയിട്ടുണ്ടേ. യോ മാൻ, സിനിമ തുടങ്ങിയതാ. സിനിമ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ കൂടെ വന്ന 2 ആൾക്കാരെ കാണാനില്ല. ഞങ്ങളുടെ കൂടെ വന്ന സെറ്റായിരുന്നു. ഫുള്ള് ക്ലിപ്പ് കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലിപ്പ് കാണിച്ചു തരാം കേട്ടോ. ഫുള്ളായിട്ട് കാണിച്ചു തന്നാൽ ഒറ്റയടിക്ക് കോപ്പറേറ്റ് കയറി തോന്നുന്നു. അറിഞ്ഞൂടോ, പുതിയ സിനിമകളുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരാം. ഓക്കെ. ഫസ്റ്റ് ഓഫ് കണ്ടു. ഫസ്റ്റ് ഓഫ് ഒന്നും പറയാനില്ല, വിഷയമാണ്. എൽദോസിൻ്റെ അടുത്ത് ചോദിക്കാം ഫസ്റ്റ് ഓഫ് എങ്ങനെ ഉണ്ടായിരുന്നു. ആ ഫസ്റ്റ് ഓഫ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറാണ്, ഒന്നും പറയാനില്ല. വിഷയം എന്ന് പറഞ്ഞ വിഷയമാണ് ഫസ്റ്റ് ഓഫ്. കിഡു. സെക്കൻഡ് ഹാഫും കൂടി കണ്ടിട്ട് പറയാം. കിഡു ആയിട്ട് എന്തായാലും ഫസ്റ്റ് ഓഫ് പൊളിച്ചു. ലോക വിഷയം. കണ്ടാൽ എന്നെ പോലെ തന്നെ ഇരിക്കുന്ന 389 കൂടപ്പിറപ്പുകൾ എനിക്കുണ്ടെന്ന് പറഞ്ഞാ വിശ്വസിക്കുമോ?
എല്ലാവരും പോവാ. What a coincidence. ഹെൽമെറ്റ് കുറച്ച് പോരാ. എൻ്റെ ഉണ്ട് 3 ഹെൽമെറ്റ്. എന്തിനാണോ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഴുണ്ട്? ഈ ഹെൽമെറ്റിലെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ സാധനം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ താഴോട്ട് വീഴും. കണ്ട, ആ കാറ്റ് വീശുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ താഴോട്ട് വീഴും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. സെറ്റ് ഹെൽമെറ്റ് അല്ലേ, ഒന്നും പറയണ്ട. ആക്സറിൻ്റെ ഇല്ല, സ്റ്റെപ്പില്ല. ആക്സർ പോലും മാറുന്ന അമ്മാതിരി ഹെൽമെറ്റാണ്. വിഷയം എന്ന് പറഞ്ഞാൽ ഞങ്ങളവരെ വെട്ടിച്ച് കേട്ടാ, അവിടെ കൂടെ വന്നുതരാം. ഒന്നും പറയാനില്ല. വിഷയം ഹെൽമെറ്റ് മെയിൻ ഹെൽമെറ്റാണ്. വീണ്ടും ഞങ്ങൾ ഇരുട്ടിലേക്ക് പോയി കഴിച്ചു. സിനിമയുടെ റിവ്യൂ പറ. എന്തായാലും 100 കോടി മോഹൻലാല് വരുന്നു പറഞ്ഞിട്ട് അവസാനം വരെ നോക്കി. മോഹൻലാല് വന്നില്ല, ആരും വന്നില്ല. പക്ഷെ ലോകപ്പടം സിനിമ മോഹൻലാലിനെ കാണിച്ചില്ല. അത് മോഹൻലാലാണോ? ശരിക്കും മോഹൻലാലോ? വേണ്ട. അത് വേറെ സിനിമ പോടോ ഇടുന്ന് പരസ്യം ഇറക്കിയിട്ടൊക്കെ പറയുന്നത്. എന്നാലും വിഷയം എന്ന് പറഞ്ഞ വിഷയം ഒന്നും പറയാനില്ല. വിഷയം പടമായിരുന്നു. അവിടെ വെച്ച് പറയാൻ പറ്റില്ല. സീനായിരുന്നു. ഫുള്ള് അലച്ചിലായിരുന്നു. തിയേറ്റർ ഫുള്ളായിരുന്നു. കൂലിയും ലോകയും തമ്മിൽ നോക്കിടുന്നുണ്ടെങ്കിൽ ലോകയാണ് കിടും. കൂലി അത്രയ്ക്ക് പോരാ. വിഷയം രണ്ടും വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ കേട്ടോ, ലോക വിഷയം. ലോകന്നാണോ ലോകം എന്നാണോ ലോകം? ഓ അള്ളി വിഷയം പടം അല്ല. കഴിഞ്ഞ് ചായ കുടിക്കാൻ വന്ന കേട്ടാ. ചായയെ കുറിച്ച് എന്താ പറയാനുള്ളത്? എന്റെ കാശാണ്, കുടിച്ചോ. ചേട്ടാ കട മൊത്തം അങ്ങ് എടുക്കാൻ പറ്റും. എന്റെ പൈസ പണിക്ക് വെക്കാൻ തരുന്നത് 5 ദിവസത്തിന്റെ. ചേട്ടാ ഒരു സുഖിയെ എനിക്ക് സുഖിയൻ്റെ ആണോ? ഞാൻ മറന്നെടുക്കാം. സുഖിയൻ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാൻ സുഖിയൻ ഫാനാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. തിന്ന് കാണിച്ചു തരാം. നീ കണ്ടല്ലേ, ഞാൻ വീഡിയോ ഓണാക്കിണ്ടായിരുന്നു നേരത്തെ. ഇനി പറയാം. സിനിമയെ കുറിച്ച് പറഞ്ഞാൽ മതി, നിന്നെ കുറിച്ച് പറയണ്ട. ഏത് പടം? പുലിയ ലോക. കഴിഞ്ഞ പ്രാവശ്യം കൂലി കണ്ടു. കൂലിയും ലോകയും തമ്മിൽ നിനക്ക് ഏതാ ഇഷ്ടമായത്? ലോകം പറയാൻ വിഷയം പോട്ടോ. ലോകം പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടു. അതിൽ നീ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? അതല്ല, അതിലെ മറ്റേ ചെറുപ്പത്തിൽ പോയിട്ട് ആ പെണ്ണ് ഇങ്ങനെ ഒരു പൂവ് എടുത്ത് ഇങ്ങനെ മണപ്പ് നോക്കില്ലേ? ആ പൂവായിരുന്നു ഈ പെണ്ണ് അപ്പാർട്ട്മെന്റിൽ വന്നപ്പോ ആ മരത്തിലുണ്ടായിരുന്നത്. കണ്ടായിരുന്ന മരത്തിലൊരു ഷോട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? ആ മരത്തിൽ ആ പൂ ശരിക്കും മോഹൻലാലോ? അവസാനം ഏർമുണ്ടെന്നുണ്ടോ? വിഷുകളിയോ? വലിയ സിനിമ പൊളിക്കുമല്ലോ. അപ്പൊ അവിടെ കൊറേ പരിപാടിയല്ലേ, അതിന് ഒരു വില്യം വന്ന് തുറന്നു വിടും. കൊറേ പേരുണ്ട് അല്ലേ? കൊറേ പേരുണ്ട്. അവരൊക്കെ ദുഷ്ടന്മാര്. അതുകൊണ്ടാണ് മറ്റവൻ
അവസാനത്തെ ചാപ്റ്ററിലായിരിക്കും എല്ലാവരും തുറന്നു വിടുന്നത്. മൂത്തവനെ കാണിച്ചില്ല. സൗബിൻ വന്നോണ്ടോ സൗബിൻ നമ്മൾ പെട്ടെന്ന് ബിൽഡിങ്ങിന്റെ ആ സാധനം വെച്ചിട്ടേ പെട്ടെന്ന് മാറ്റി ഇപ്പൊ കൂടി വന്നാൽ മതി. അത് വില്ലനെ പൊളിക്കും വിഷയായിരിക്കും. അതന്നെ ആ സംഭവം തന്നെ. ഓ അത് സലാറിലല്ലേ ഞാൻ കളിക്കാന്ന് വിചാരിച്ചു. എനിക്ക് തോന്നി ഞാൻ അതായിരുന്നു വിചാരിച്ച്. സലാറിലൊരു കട്ട് വിഷയം. പക്ഷെ സിനിമ കൊള്ളാം, അടിപൊളി. ചാപ്റ്റർ ടോവിനോടെ ആയിരിക്കും തോന്നുന്നത്. അവസാനം ടോവിനോടെയാണ് കാണിച്ചത്. ഫൈറ്റ് സീൻ കഴിഞ്ഞിട്ട് അത് കാണിക്കണില്ലേ? ആ സീനാണ് അവസാനം കാണിച്ചത്. പക്ഷെ അടിപൊളി. അവെഞ്ചർ മൂവി കണ്ടൊരു ഫീല്. ചായ കുടിച്ചതിന്റെ ചായ ഗ്ലാസ് കാണിച്ചു തരാം കേട്ടോ. ഒരു മിനിറ്റ്. മൊത്തം ചായ കുടിച്ച ഞങ്ങൾ കുടിച്ച ചായ ആയിട്ടാ. അപ്പോൾ ചായ കുടിച്ച് അങ്ങനെ സിനിമ കണ്ടു കഴിഞ്ഞു, ചായ കുടിച്ചു കഴിഞ്ഞു, നേരെ പോകും വീട്ടിലേക്ക്. ഒന്നും പറയാനില്ല. വീഡിയോസ് വ്ളോഗിലെടുത്ത് കിട്ടാ. വാശിയാ ആരോടെ വാശി. ഞാൻ സൈഡിലോട്ട് വന്നു, പുള്ളി അവിടെ റിവേഴ്സ് എടുത്ത് കളിച്ചോണ്ടിരിക്കുക. അപ്പോൾ എല്ലാം കഴിഞ്ഞു, വീട്ടിലോട്ട് പോവാം. ശരി എന്നാൽ ടാറ്റാ, ഗുഡ് നൈറ്റ്.